ഹായ് വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു സ്വീറ്റ് പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. മാത്രമല്ല നല്ല സോഫ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ചാനലിൽ തന്നെ വന്ന് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ കാരമലൈസ് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരമലൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പുഡിംഗ് തയ്യാറാക്കുന്ന ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ കാരമലൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. പാലൊന്ന് ചെറുതായി ചൂടാവുമ്പോഴേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം പാല് നല്ലോണം ചൂടായിട്ടുണ്ട്. ആ സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റവയൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. ഇപ്പം നന്നായി റവയൊക്കെ ഒന്നായി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായി വെക്കുക. മറ്റൊരു പാത്രത്തിലേക്ക് 2 മുട്ട എടുക്കുക. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ റവയുടെയും പാലിൻ്റെയും മിക്സ് അതിലോട്ട് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. ഇനി പുഡിംഗ് തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ചെറുതായിട്ടൊന്ന് നെയ്യ് തൂവി കൊടുക്കുക. അതിലോട്ട് പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായി മൂടി വെക്കുക. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ കുക്കറിലോ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഈ ഒരു പുഡിംഗ് വെച്ച് കൊടുക്കുക. ഇനി ഒരു അരമണിക്കൂർ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അരമണിക്കൂറിന് ശേഷം പുഡിംഗ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മറ്റൊരു പാത്രം എടുത്തിട്ട് ഒന്ന് കമിഴ്ത്തി തട്ടി കൊടുക്കുക. വളരെ സോഫ്റ്റായ സ്വീറ്റായ നമ്മുടെ പുഡിംഗ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.